ആകാശത്ത് മിന്നൽ പിണർ പോലെ പായുന്ന ഒരു അദൃശ്യ ശക്തി ഏത് പ്രതിരോധ കോട്ടയെയും നിഷ്ഭ്രമമാക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ പുതിയ ആകാശ പോരാളി ഇതാ പുറത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണ സംവിധാനങ്ങളെ പോലെ സാവധാനം പറക്കുന്ന ഒന്നല്ല ഇത്. ജെറ്റ് എഞ്ചിന്റെ കരുത്തിൽ ഇരച്ചു കയറുന്ന സ്കൈ റീപ്പറിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കിടിലൻ മാറ്റത്തിനാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണവും നമ്മുടെ യുവശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനവും ഒത്തുചേർന്നപ്പോൾ പിറന്നത് ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്ന ഒരു വമ്പൻ സാങ്കേതിക വിദ്യയാണ്. എന്താണ് സ്കൈ റീപ്പറിന്റെ പ്രത്യേകത? ഇന്ത്യയുടെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഇത് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്? അറിയാം ഇന്നത്തെ വീഡിയോയിലൂടെ. വാർത്ത ഞാൻ വിശദമാക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. വെറും ഒരു ഡ്രോൺ എന്നതിലുപരി ഇതൊരു അൺമാൻഡ് കോംബാറ്റ് ഏരിയൽ വെഹിക്കിൾ ആണ്, അഥവാ UCAV ആണ്. IIT ജമ്മുവും പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയും കൈകോർത്താണ് ഈ കരുത്തനെ നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ ഡ്രോണുകൾ ഫാനുകൾ ഉപയോഗിച്ചാണ് പറക്കുന്നതെങ്കിൽ സ്കൈ റീപ്പർ പ്രവർത്തിക്കുന്നത് ഒരു കരുത്തുറ്റ ടർബോ ജെറ്റ് എഞ്ചിനിലാണ്. മണിക്കൂറിൽ 400 മുതൽ 550 കിലോമീറ്റർ വേഗതയിൽ ഇതിന് പറക്കാൻ സാധിക്കും. ഇത് തുടക്കം മാത്രമാണെന്നും ഭാവിയിൽ ഇതിന്റെ വേഗത ഇനിയും വർദ്ധിപ്പിക്കുമെന്നും ഗവേഷകർ ഉറപ്പിച്ചു തന്നെ പറയുകയാണ്. ആലോചിച്ചു നോക്കൂ, വായുസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിൽ ഇതിലും വലിയൊരു മുതൽക്കൂട്ട് ഇനി സ്വപ്നങ്ങളിൽ മാത്രം. വെറും വേഗത മാത്രമല്ല ഇതിന്റെ ഹൈലൈറ്റ്. 10 കിലോമീറ്റർ ഉയരത്തിൽ വരെ പറക്കാൻ ഇതിന് കഴിയുമെന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് താഴെ നിന്നുള്ള സാധാരണ സുരക്ഷാ നിരീക്ഷണ സംവിധാനങ്ങൾക്കൊന്നും സ്കൈ റീപ്പറിനെ തൊടാൻ പോലും കഴിയില്ല എന്ന് മനസ്സിലാക്കണം. ഹിമാലയത്തിലെ കൊടും തണുപ്പിലായാലും സമുദ്രത്തിന് നടുവിലായാലും ഒരുപോലെ മികവ് തെളിയിക്കാൻ ഇതിന് സാധിക്കുമെന്നതാണ്. ഇതിന്റെ മറ്റൊരു വലിയ പ്രത്യേകത റീയൂസബിൾ ഡിസൈൻ ആണ് എന്നതാണ്. അതായത് ഒരു ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇത് സുരക്ഷിതമായി തിരിച്ചിറങ്ങുകയും അടുത്ത ദൗത്യത്തിനായി ഉടൻ തന്നെ തയ്യാറെടുക്കുകയും ചെയ്യുമെന്നതാണ്. ഇതുകാരണം പ്രവർത്തന ചെലവ് വൻതോതിൽ കുറയ്ക്കാനും നമ്മുടെ സേനയ്ക്ക് സാധിക്കും. നിരീക്ഷണം നടത്താനും അതുപോലെ തന്നെ അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താനും ഈ ഒരൊറ്റ കരുത്തൻ മതി. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ സ്വയം പര്യാപ്തത നേടണമെന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ കർക്കശമായ തീരുമാനമാണ് സ്കൈ റീപ്പർ പോലെയുള്ള പദ്ധതികൾക്ക് പിന്നിൽ. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ നമ്മുടെ നാട്ടിലെ ബുദ്ധിശക്തി ഉപയോഗിച്ച് ലോകോത്തര നിലവാരമുള്ള സുരക്ഷാ ഉപകരണങ്ങൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യം ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. ജാമറുകളെ പ്രതിരോധിക്കാനുള്ള ശേഷിയും നിശബ്ദമായി നീങ്ങാനുള്ള കഴിവും സ്കൈ റീപ്പറിനെ ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രമാക്കി മാറ്റുകയാണ്. വരും കാലയളവിൽ ഡ്രോണുകൾ നയിക്കുന്ന പോരാട്ടങ്ങളിൽ ഇന്ത്യ മുൻനിരയിൽ ഉണ്ടാകുമെന്നത് ഉറപ്പിച്ചു തന്നെ പറയാൻ ഈ ഒരൊറ്റ നീക്കം മതിയാകും. നമ്മുടെ അതിർത്തികൾ കാക്കുന്ന കാര്യത്തിൽ ഇനി ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് ഭാരതം ലോകത്തോട് വിളിച്ചു പറയുന്നതാണ് ഈ ഒരു നീക്കത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയുടെ ഈ പുതിയ ചുവടുവയ്പ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ലോകരാജ്യങ്ങൾക്കിടയിൽ നമ്മുടെ പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ ഇത്തരം പുതിയ കണ്ടുപിടുത്തങ്ങൾ സഹായിക്കില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.